നമ്മുടെ കയ്യിൽ ഐഫോൺ, മാക്ക് അങ്ങനത്തെ കാര്യമൊക്കെ കാണുമ്പോൾ നാട്ടിലുള്ളവർ പറയും, ഓക്കെ പുറത്തുള്ളവർക്കെല്ലാം ലക്സ്വറി ലൈഫാണ്, കാറുണ്ട്, ഫോൺ ഉണ്ടായി, ആപ്പിളിന്റെ പ്രൊഡക്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ്. ഐഫോൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ ഇവിടെ വഴികൂടെ നടന്നു പോകുന്ന ആൾക്കാർ നോക്കി കഴിഞ്ഞാൽ ഒരു 99% ആൾക്കാരുടെ കയ്യിൽ ഐഫോൺ ഉണ്ട്. അപ്പോൾ ഐഫോണൊന്നും ഇവിടെ ഒരു ലക്ഷറി ഐറ്റം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഡിഫറൻസ് പറഞ്ഞാൽ നാട്ടിൽ നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് ഓഫ് സാധനങ്ങളുണ്ടാവും. അത് ഇന്ന സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഐഫോൺ മേടിക്കണം, ഒരു മാക്ബുക്ക് മേടിക്കണം, അല്ലെങ്കിൽ വില കൂടി ക്യാമറ മേടിക്കണം, വില കൂടി ഷൂസ് ജോർഡൻസ് മേടിക്കണം, അഡിഡാസിൻ്റെ ഇന്ന മോഡൽ ഷൂ മേടിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും എനിക്ക് ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്നുള്ള സാധനത്തെ ഞാൻ ഡിവൈഡ് ചെയ്തിട്ട് ഒരു വിഷ് ലിസ്റ്റും ഒരു ബക്കറ്റ് ലിസ്റ്റും ആക്കി. ബക്കറ്റ് ലിസ്റ്റ് നമുക്ക് ഇച്ചിരി കുറെ കഷ്ടപ്പെട്ട് ഒരുപാട് നാൾക്ക് ശേഷം എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൂപ്പർ മേടിക്കണം, അല്ലെങ്കിൽ ഒരു നിസാൻ GTR മേടിക്കണം. അതൊക്കെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള സാധനങ്ങളാണ്. പക്ഷേ വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐഫോൺ, അല്ലെങ്കിൽ ഒരു മാക്ബുക്ക്, അല്ലെങ്കിൽ ഒരു ആപ്പിൾ വാച്ച്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോർഡൻ്റെ ഷൂസ്, അതൊക്കെ ഒരു വിഷ് ലിസ്റ്റുള്ള സാധനങ്ങളായിട്ട് മാറി. ഒരു പക്ഷേ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വിഷ് ലിസ്റ്റുള്ള സാധനങ്ങൾ പോലും എത്തിപ്പെടണമെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ, കമ്പയർഡ് എൻ്റെ നാട്ടിലെ സാലറി വെച്ചിട്ട്.